ഫേസ്ബുക്കിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് എഴുതിയ ഒരു എഴുത്തിങ്ങനെ: ഉസ്താദ് കർമ്മരംഗത്തേക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തട്ടെ. PhDയുമായി ബന്ധപ്പെട്ട റിട്ടേൺ യാത്രക്കായി അനന്തപുരിയിൽ നിന്ന് തിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. തനിച്ചുള്ള ഡ്രൈവിങ്ങിലെ ബോറടി ഒഴിവാക്കാനാണ് വീണ ചേച്ചിയെ വിളിച്ചത്. വീട്ടിലേക്ക് ക്ഷണം. പിന്നൊന്നും നോക്കിയില്ല, നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക്. എന്നെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ലാത്തതിനാൽ എന്നോടൊപ്പം ചേച്ചിയും കൂടി. പിറ്റേന്നുള്ള കാസർഗോഡിനുള്ള യാത്ര എൻ്റെ ഉമ്മിയുണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ച് എൻ്റെ വീട്ടിൽ നിന്നാകട്ടെ എന്ന് പറഞ്ഞത് അച്ഛൻ കേണൽ പരമേശ്വരൻ സാറായിരുന്നു. വരുന്ന വഴിയിൽ ഹോട്ട് ന്യൂസുകളുടെ മിന്നലാട്ടം. ഉസ്താദ് കാന്തപുരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമത്രേ. ഞാനറിയുന്നതിന് അരമണിക്കൂർ മുന്നേ തുടങ്ങിയ വീണേച്ചിയുടെ മൗനത്തിൻ്റെ കാരണവും ന്യൂസ് റൂമിലേക്കുള്ള തുടരെയുള്ള വിളികളും എന്തോ അപകടം മണത്തിരുന്നു. ഉള്ളതറിഞ്ഞപ്പോൾ ഉള്ളുലഞ്ഞുപോയി. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. നിറകണ്ണുകളോടെ എങ്ങനെ ഡ്രൈവ് ചെയ്യും? സൈഡൊതുക്കാൻ നിർബന്ധിച്ച് വീണേച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക്. അതിനിടയിൽ എൻ്റെ ഉമ്മിയോട് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ചേച്ചിയായിരുന്നു. ഇടക്ക് ഞാനറിയാതെ വണ്ടിയുടെ റൂട്ടൊന്ന് മാറി. ഏതോ ഒരു അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ചേച്ചി ഇടയ്ക്കിടക്കവിടെ വരാറുണ്ടത്രേ. എന്നെ കീയേൽപ്പിച്ചു ഭവ്യതയോടെ മുന്നോട്ട് നീങ്ങുന്ന ചേച്ചി. ഏതാണ്ട് 10 മിനിറ്റ് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക്. ഇടയിലെപ്പോഴോ ഞാൻ ചോദിച്ചു അവിടെ ചെന്ന് എന്താണ് പ്രാർത്ഥിച്ചതെന്ന്. ആ ചുണ്ടുകളിൽ നിന്ന് വീണ മൊയമുത്തുകളുടെ പ്രകാശം കൊച്ചു കേരളത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഉസ്താദിന് വേണ്ടിയാണ് പ്രാർത്ഥന നടത്തിയതെന്ന്. ഇതാണെൻ്റെ കേരളം. ഞാൻ, വീണേച്ചി, എൻ്റെ ഉമ്മി, ചേച്ചിയുടെ അച്ഛനും അമ്മയും, എൻ്റെ കൂട്ടുകാരികൾ, വാർത്തയറിഞ്ഞ ജനകോടികൾ, ജാതിമത ഭേദമന്യ എല്ലാ മനസ്സിലും ഒരേ ആവശ്യം മാത്രം. അതിനിടയിൽ സോഷ്യൽ മീഡിയയിലെ വൃത്തികെട്ട വഹാബി കമൻറ്റുകൾ. കഷ്ടം, നിങ്ങൾ മാത്രം എങ്ങനെ ഇത്ര വൃത്തികെട്ടവരായി എന്ന് ചോദിക്കുന്നില്ല. മത്തൻ നട്ടാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ഇത് കുറിക്കുമ്പോൾ ഉസ്താദ് ആരോഗ്യവാനായിരിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. ജനലക്ഷങ്ങളുടെ ആശ്രയമാണ്, ജനകോടികളുടെ ആവേശമാണ്. ആ പുഞ്ചിരി മങ്ങരുത്.